വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക് നമ്മൾ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ബീഹാർ നിയമസഭയുടെ കണക്കുകളിലേക്ക് നമുക്ക് കടക്കണം. 2020 കണക്കുകളിലേക്ക് കടക്കുമ്പോൾ അതേത് രീതിയിലാണ് എന്ന് നോക്കാം. BJPക്ക് 74 സീറ്റുകൾ, കോൺഗ്രസ് 19, JDU 43, RJD 75 എന്ന രീതിയിലേക്ക്. ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്ന ഇക്വേഷൻസ് അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ചോദിക്കുമ്പോൾ കിരൺ ബാബു, ഇപ്പോൾ 24 മണിക്കൂറായിട്ടില്ല നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിവാദം. ഹിന്ദി പരിഭാഷ DMKയുടെ നേതാവ് ചോദിക്കുന്നു, ഹിന്ദി അറിയാവുന്നവരാണ് ഭരിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള നിതീഷ് കുമാറിനെ, അത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം. ആ രീതിയിലുള്ള ചില കടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ മുന്നണി യോഗത്തിൽ. അതിനപ്പുറത്തേക്കാണ് നമ്മൾ ഇനി പറയേണ്ടത് അതേത് രീതിയിലാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായ രീതിയിൽ ഈ ഇലക്ഷൻ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് നിർണായകമാകുന്ന ഒരു വാക്കാകുക എന്നുള്ളത്. അപർണ, നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ കാലമായി BJPക്കൊപ്പം നിൽക്കുന്ന സമയത്തും അല്ലാതെയുമൊക്കെ നിതീഷ് പല ഘട്ടത്തിലും RJDക്കൊപ്പം ചേർന്ന് മത്സരിച്ചിട്ട് BJPക്കൊപ്പം പോവുകയും BJPക്കൊപ്പം ചേർന്ന് മത്സരിച്ച് RJDക്കൊപ്പം വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അവിടെ ബീഹാറിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ വളരെ വലുതായിരുന്നു. അദ്ദേഹം RJDയുടെ ഒരു ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിന് ശേഷം ബീഹാറിൽ അധികാരം പിടിക്കുന്ന സമയത്ത് ലാലു രാജിൽ നിന്ന് യഥാർത്ഥത്തിൽ മോചിപ്പിക്കുകയും അവിടെ വലിയ തോതിലൊക്കെ വികസനം കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാലയങ്ങളിലൊക്കെ അധ്യാപകരെയൊക്കെ നിയമിക്കുക, അങ്ങനെ പലതരത്തിലേക്ക് ആളുകളെ കൂട്ടിയോജിപ്പിക്കാനും വികസനം സാധ്യമാക്കാനും ആ ഒരു പ്രതിച്ഛായ എപ്പോഴും ഉള്ള ഒരു നേതാവാണ് നിതീഷ് കുമാർ. അതോടൊപ്പം തന്നെ NDA സർക്കാരിന്റെ ഭാഗമായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും പിന്നീടായാലും എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് നിതീഷ് കുമാർ. നിതീഷിനെ പോലെ ഒരാളെ കിട്ടിയാൽ മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഫലപ്രദമായി തന്നെ ഈ ജാതി ഇക്വേഷനുകളൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ, അതോടൊപ്പം തന്നെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയായാലും അവരുടെ മുന്നിലെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നൊരു നേതാവ് എന്നൊക്കെ ഉള്ള അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലേക്കുള്ളൊരു മികവ് ഒരു പ്രതിച്ഛായൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറയേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല, നിതീഷിനെ സംബന്ധിച്ച് ആ പ്രതിച്ഛായ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആലോചിക്കണം, ബീഹാറിൽ ആകെയുള്ളത് 40 ലോക്സഭാ സീറ്റുകളാണ്. ഈ സീറ്റ് എണ്ണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. സീറ്റ് എണ്ണം കോൺഗ്രസിന് ഇവരിപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഒരാൾ വരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ സീറ്റുകൾ ഭൂരിപക്ഷം ലഭിക്കുന്നു എന്നുള്ളത് വരണമല്ലോ. അങ്ങനെ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ പോലും നിതീഷിന് പരമാവധി ലഭിക്കാവുന്ന സീറ്റ് എന്ന് പറയുന്നത് ഈ 40 സീറ്റുകളിൽ അവിടെ RJDക്ക് കൊടുക്കണം. പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് RJD. നിതീഷിനേക്കാൾ കഴിഞ്ഞ നിയമസഭയിലൊക്കെ പെർഫോമൻസ് കാണിച്ച പാർട്ടി എന്ന രീതിയിലുള്ള RJDയുടെ പെർഫോമൻസ് ഉണ്ട്. അവിടെ കോൺഗ്രസിന് പക്ഷേ കഴിഞ്ഞ തവണ നിയമസഭയിലൊക്കെ അവർ കൊടുത്ത സീറ്റുകളിലൊക്കെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ എല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അന്ന് RJDക്കാർ തന്നെ പറഞ്ഞത് കോൺഗ്രസിന് കൊടുത്ത സീറ്റാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്, ബാക്കിയുള്ള സീറ്റുകളൊക്കെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു, കോൺഗ്രസിന് അങ്ങനെ ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടുത്തെ ലെഫ്റ്റ് പാർട്ടികളും CPIക്കും ഒക്കെ അവിടെ സ്വാധീനമുള്ള മേഖലകളുണ്ട്. അവരെ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നണി ഇപ്പോൾ നിതീഷ് കുമാർ പോകുമ്പോൾ എന്തായാലും നിതീഷും അവിടെ തേജസ്വി യാദവും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള നല്ലൊരു കോമ്പിനേഷൻ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എണ്ണം കുറവ് എന്നുള്ളത്, ഡിജിറ്റ് ഏറ്റവും പ്രധാനമാണ്. അവിടെ എത്ര വലിയ വിജയമുണ്ടാക്കിയാൽ പോലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഈ 40 സീറ്റിൽ ഇനി ഒരു 30-35 സീറ്റോ ഈ മുന്നണി നേടിയെന്ന് കരുതുക, അല്ലെങ്കിൽ 40 സീറ്റും നേടിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെ നേടിയാൽ പോലും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു 20-25 സീറ്റിനും 25 സീറ്റ് കിട്ടാനും സാധ്യത കുറവാണ്. 20 സീറ്റിനപ്പുറമുള്ള സാധ്യത നിതീഷ് കുമാറിനില്ല. അപ്പോൾ 20 സീറ്റിൽ താഴെ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ കഴിയുക എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ ഒരു വിഷയം, നിതീഷ് കുമാറിന് ഇത്ര കാലം പ്രായം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 73 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിതീഷ് കുമാറിന് ഇത്ര കാലം ഇല്ലായിരുന്ന ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഈ പ്രായമായവർ കാണിക്കുന്ന ചില സ്വഭാവങ്ങളിലേക്കൊക്കെ അദ്ദേഹം വാശികളിലേക്കുമൊക്കെ മാറുന്നു. വാശികളിൽ എടുത്തു പറയണോ, നേരത്തെ പറഞ്ഞ കാര്യം ഹിന്ദിയാണ് നമ്മുടെ ഭാഷ, ഭരിക്കാൻ അറിയുന്നവർ ഹിന്ദി അറിയണമെന്ന് പറയുന്നത് DMKയുടെ നേതാക്കളോടാണ് സ്വാഭാവികമായിട്ടുണ്ടായ അസ്വാരസ്യങ്ങൾ. ഈ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെയും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കോൺഗ്രസിനെ വല്ലാതെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. കോൺഗ്രസ് ഈ സഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിന് മുഴുകി നിൽക്കുകയാണെന്ന് പറയുക, അർണബ് അടക്കമുള്ളവരെ മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനമെടുക്കുമ്പോൾ അതിനോട് യോജിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുക, അങ്ങനെ ആ ഒരു റിഫ്റ്റ് എല്ലാ കാലത്തും നിതീഷ് കുമാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. നിതീഷ് യഥാർത്ഥത്തിൽ ഇത്ര കാലം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ട് അത് എല്ലാം മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആണെന്ന് ആലോചിക്കണം, BJPക്കൊപ്പം നിന്ന് മത്സരിക്കുകയും അതിനുശേഷം RJDയുമായി ചേർന്ന് മുഖ്യമന്ത്രിയാവുന്നു. നേരത്തെ RJDയുടെ കൂടെ നിന്ന് മത്സരിച്ച് BJPക്ക് ഒപ്പം അദ്ദേഹം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ആ തന്ത്രങ്ങളെല്ലാം കൃത്യമായി ഫലപ്രദമായി നടപ്പാക്കാനൊക്കെ കഴിഞ്ഞ നേതാവ് തന്നെയാണ് നിതീഷ്. പക്ഷേ നിതീഷിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ യോഗത്തിനടക്കം പങ്കെടുത്ത ചില നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ
അദ്ദേഹത്തിന് ഈ പൊതു ഇതിൽ എന്തോ അദ്ദേഹത്തിന് അമർഷം ഉണ്ട്. ഒന്നും അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം അദ്ദേഹത്തിനുണ്ട്. ഈ RJD പോലും പിന്തുണയ്ക്കുന്നെങ്കിലും മറ്റു പാർട്ടികളൊന്നും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ DMK-യുടെ മുന്നിൽ. ഇപ്പോൾ DMK തന്നെ അങ്ങനെ എതിർക്കാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ DMK അങ്ങനെ ഈ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കെജ്രിവാളും പറയുകയും അഖിലേഷ് യാദവിന് ഒരു പിന്തുണയൊക്കെ വരുമ്പോൾ DMK അങ്ങനെ ഒരു പരസ്യമായ പിന്തുണയിലേക്ക് പോയതല്ല. ഖാർഗെ തന്നെ പ്രധാനമന്ത്രി ആവണമെന്ന് പോയത്. പക്ഷേ അവിടെ DMK പോലെ പാർട്ടിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഡയലോഗ് ഇടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ പാർട്ടിയെ പോലെ തമിഴ്നാട്ടിലൊരു പാർട്ടിക്ക് തമിഴ് എന്ന് പറയുന്ന വികാരം എന്നൊക്കെ ഹിന്ദി അറിയില്ല എന്ന് പറയുന്നതിന് അഭിമാനമായി കാണുന്ന ഒരു പാർട്ടിയും അത്തരം ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനോട് നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലേ? അത് തന്നെ മുന്നണിയിൽ ഹിന്ദി നേതാക്കളുടെ ഭൂരിപക്ഷമാണെന്ന് ദക്ഷിണേന്ത്യയിലുള്ള നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു പരാമർശം നിതീഷിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. നിതീഷിനെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട അത്തരം ഒരു വിഷയം യഥാർത്ഥത്തിൽ അവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഈ രാഷ്ട്രീയ ചില ബീഹാറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് തന്നെ ഈ തേജസ്വി യാദവ് നിതീഷിനൊപ്പം നിൽക്കുന്നതിന്റെ ഒരു കാരണം തന്നെ അങ്ങനെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ടും ഒന്നുമല്ല നിൽക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ വലിയ ഉടക്കവും വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളും പിണങ്ങിപ്പോയതൊക്കെയാണ് ഇവർ തമ്മിൽ. പക്ഷേ അവർ നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ നിതീഷിന്റെ കാലം കഴിഞ്ഞാൽ ബീഹാറിലെ പ്രധാനപ്പെട്ട നേതാവായി തേജസ്വി യാദവിന് ഉയർന്നു വരാൻ കഴിയും. അല്ലെങ്കിൽ അത് നെക്സ്റ്റ് അവിടെ BJP ഇതര ലീഡർ ആര് എന്ന ചോദ്യത്തിന് തേജസ്വി യാദവ് ഉത്തരമാണ്. അതിനുള്ള സാധ്യത ഉണ്ട് എന്നതുകൂടി കണ്ടുകൊണ്ടാണ് അത്തരം ഒരു സഖ്യത്തിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ പോലൊരു നേതാവും നിതീഷുമായി ചേരാൻ കഴിയുന്നതിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മുലായവും മായാവതിയുടെ വിഷയം പറഞ്ഞതുപോലുള്ള അതേ വിഷയം തന്നെയുണ്ട്. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും ആ സംസ്ഥാനത്തെ എങ്ങനെ സ്വന്തം കയ്യിൽ വെച്ച് നിയന്ത്രിക്കുകയും സ്വന്തം ഇഷ്ടത്തിനൊപ്പം രാഷ്ട്രീയത്തെ അവരുടെ ആഗ്രഹത്തിനൊത്ത് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത നേതാക്കളും അതിനൊക്കെ ശേഷി പലതവണ തെളിയിച്ച നേതാക്കളാണ്. ആ സ്വന്തം നിലയിൽ തന്നെ അവരുടെ ഒരു തലപ്പൊക്കം കൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്നതും. അങ്ങനെയുള്ള ഒരു നേതാവിനൊപ്പം ഇവർ നിൽക്കുന്നു. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറെ കൂടി ഭേദപ്പെട്ട രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് സീറ്റ് വിഭജനം സാധ്യമാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവർ അത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെങ്കിൽ ഇവർക്കെല്ലാം എത്ര ശക്തിയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ മുൻകൂട്ടിയുണ്ട്. അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും എത്ര കൊടുക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയും ഈ പറയുന്നത് കുറയും. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന് കൊടുത്ത സീറ്റുകൾ എനിക്ക് നിതീഷിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ വ്യക്തമാണ് അല്ലെ? കുറെ കൂടെ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ളത് കുറച്ചും കൂടെ വ്യക്തമാണ്. അത് നിതീഷിന്റെ നിലപാടിനകത്ത് ഒരു ഘടകം അതാവാം. രണ്ടാമത്തെ ഘടകം നിതീഷിനെ പോലെ ഒരാൾക്ക് എപ്പോഴും ഇതുവരെ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ പ്രതിപക്ഷം രൂപീകരിക്കുന്ന എല്ലാ മൂന്നാം മുന്നണി സഖ്യത്തിലും മറ്റെല്ലാ കാര്യത്തിലുമൊക്കെ പലപ്പോഴും കൂടെ ചേർന്നില്ലെങ്കിൽ പോലും ഉയർന്ന് കേട്ട പേരാണ്. അപ്പോൾ എൻ്റെ പേരിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ അപ്രസക്തനായി പോകുന്നു എന്നുള്ളൊരു ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിന് ഒരു വൈകാരികത കൂടി അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും പക്ഷേ നിതീഷ് ആയാലും RJD ആയാലും ഈ സഖ്യം വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് RJD ഒരു കാരണവശാലും ഈ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നമുക്കിനി തമിഴ്നാട്ടിലേക്ക് ചെല്ലണം. നമ്മൾ